എപ്പിസോഡ് തുടങ്ങുന്നതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിച്ചുകൊണ്ടാണ് അവിടെ നമ്മുടെ സൻഹയുടെ അമ്മയാണെങ്കിൽ ജോണിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, എന്തായിരുന്നാലും നിങ്ങൾ എൻ്റെ കൊച്ചിനെ വളർത്തിയിരിക്കുന്നത് സൂപ്പറായിട്ടാണ്. അവനാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കത്തില്ല. അവൻ ഭയങ്കര തൻ്റെടിയായിട്ട് മാറിയിരിക്കുവാന്ന്. പെട്ടെന്ന് തന്നെ അവിടെ ഇടിക്കുന്ന സൗണ്ട് കേൾക്കും. വേഗം തന്നെ നമ്മുടെ ജോണിൻ്റെ അച്ഛനും സൻഹയുടെ അമ്മയും പുറത്തോട്ട് ഇറങ്ങി വരും. അവിടെയായിട്ട് നമ്മളുടെ ഹേജുനാണെങ്കിൽ വീണ്ടും സൻഹേനെ ഇടിക്കാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് ജോൺ എത്തും. അവളിവരെ രണ്ടുപേരെയും തടയും. അതേ സമയം തന്നെ നമ്മളുടെ ഈ സൻഹയുടെ കുഞ്ഞനിയത്തിയില്ലേ, അവൾ വന്നിട്ട് ഹേജുവിൻ്റെ അടുത്ത് പറയും, എൻ്റെ ചേട്ടനെ ഉപദ്രവിക്കല്ലേ എന്ന്. അവിടെയായിട്ട് ഇത് കണ്ടിട്ട് സൻഹയുടെ അമ്മയാണെങ്കിൽ ജുവോണിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, എന്തായിരുന്നാലും നിങ്ങൾ കുട്ടികളെ വളർത്തിയിരിക്കുന്നത് നല്ല രീതിക്കാ എന്ന്. ഇത് കേട്ടിട്ട് ജുവോണിൻ്റെ അച്ഛനങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നത് അവിടെയും നമ്മുടെ സൻഹയും ഹേജുനും ഭയങ്കര അടിയായിരുന്നു. എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ടായിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ജുവോണ് ഭയങ്കര ഇറിറ്റേറ്റ് ആവും. അവളാണെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അവളുടെ ഫ്രണ്ടായിട്ടുള്ള ദാലാണെങ്കിൽ പറയും, നീ അവർക്ക് കുറച്ച് ടൈം കൊടുക്ക്, അവരെല്ലാം പറഞ്ഞ് സോൾവ് ആക്കും എന്ന്. നമ്മുടെ ജുവോൺ ആണെങ്കിൽ രണ്ടുപേരുടെ ആ ഒരു പരിഭവം മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൊണ്ട് പുറത്തു പോകാൻ ഒരുങ്ങും. എന്നാൽ രണ്ടെണ്ണം അവളെ ഇട്ട് വട്ടം കറക്കുന്നതല്ലാണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജുവോൺ ആണെങ്കിൽ ദാലിൻ്റെ അടുത്ത് വന്നിട്ട് ഇവളുടെ കൺസേണിനെ പറ്റി പറയുന്നതാ. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഹേജുവിൻ്റെ ബർത്ത്ഡേ വരുമായിരുന്നു. അതിനു മുന്നേ ഇവരുടെ ഈ ഒരു പരാതി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹേജുവിൻ്റെ ആൻറ്റി വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം ആവത്തില്ലേ. അതേസമയം തന്നെ നമ്മളുടെ ജുവോണിന് മരുന്നുമായിട്ട് അവളുടെ ആ ബോയ് ഫ്രണ്ടില്ലേ അവൻ വരും. എന്നിട്ട് പറയും, നീ നിന്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന്. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ നമ്മളുടെ ജുവോണിന് ഒരു ലെറ്റർ കൊടുത്തിട്ട് പറയും, നമുക്ക് ഈ ഒരു സ്ഥലത്ത് കറങ്ങാൻ പോയാലോ എന്ന്. എന്നാൽ ജുവോണിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ ഹേജുനെയും അതേപോലെ സൻഹയുമായിട്ട് പോകുന്നതിനെ പറ്റിയാണ്. അവൾ വന്ന് ഹേജുവിൻ്റെ അടുത്ത് വരുമോ എന്ന് ചോദിക്കും. എന്നാൽ അവൻ റെഡി ആവത്തില്ല. അവൾ ഉടനെ പറയും, എങ്കിൽ ഞാൻ സൻഹയുടെ കൂടെ പൊക്കോളാം എന്ന്. ഇത് കേൾക്കുന്നേം ജലസടിച്ചിട്ട് നമ്മുടെ ഹേജും വരാമെന്ന് പറയും. നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഇതേ സെയിം ടെക്നിക്ക് തന്നെയാണ് നമ്മുടെ സൻഹ അടുത്തും വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഹേജുവിൻ്റെ കൂടെ പോവാമെന്ന് പറയും. എന്നാൽ നമ്മുടെ സൻഹ അവിടെ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവൾ നമ്മളുടെ ദാലിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, എന്തായിരുന്നാലും രണ്ടുപേരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ ദാല് ഭയങ്കര ഷോക്കാവും. യഥാർത്ഥത്തിൽ ദാലിനാണെങ്കിൽ ഇക്കാര്യം അവളുടെ അമ്മയടുത്ത് പറയാൻ പറ്റത്തില്ല. അവളുടെ അമ്മയാണെങ്കിൽ വീക്കെൻഡ് ടൈമിലും അവളുടെ അടുത്ത് ക്ലാസ്സിന് പോകാനാണ് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ദാല് അവളുടെ അമ്മ കാണാണ്ട് ക്ലാസ്സിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് വണ്ടി പിടിച്ച് നമ്മുടെ ജുവോണിൻ്റെ അടുത്ത് വരാനായിട്ടിറങ്ങും. ജുവോണിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ജുവോണിൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട് ചോദിക്കും, നീ എൻ്റെ കൂടെ അല്ലേ വരാമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് റൈഡിന് പോവാം എന്ന് പറയും. ഇവിടെ നമ്മളുടെ ഹേജുനും അതേപോലെ തന്നെ സൻഹയ്ക്കും ആണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് അവന്മാർ നമ്മുടെ ഈ ബോയ് ഫ്രണ്ട് ഇറക്കാനില്ലേ അവനെ ഇങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് ഇവർ 3 പേര് റൈഡിന് പോകാനായിട്ട് ഒരുങ്ങും. നമ്മുടെ ദാൽ ഇതുവരെ എത്തിയിട്ടില്ല. അവൾ ഇവിടെ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുക. അവിടെയായിട്ട് നമ്മുടെ ഈ ബോയ് ഫ്രണ്ട് ഇറക്കാൻ പറയും, 4 പേര് ഒരുമിച്ചല്ലേ ഈ റൈഡ് ചെയ്യുന്നത്, എന്തായാലും ഞാനും കൂടെ വരാം. ഇവിടെ നമ്മുടെ സൻഹയും ഹേജുനും ആണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ അവസാനം ഇവർ 3 പേരും കൂടി റൈഡ് സ്റ്റാർട്ടാക്കും. ഇവിടെയായിട്ട് നമ്മുടെ ജുവോൺ ആണ് ആ സൈക്കിളാണെങ്കിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൾ പറയും, ഞാനിവിടെ ഇത് മാനേജ് ചെയ്തോളാം, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയെന്ന്. യഥാർത്ഥത്തിൽ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അവളവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് നമ്മളുടെ സൻഹയ്ക്കും ഹേജുനാണെങ്കിൽ അങ്ങ് ഭയങ്കര ചിരി വരും. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ വേണ്ടിയിട്ട് റെഡിയാവും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയും. എങ്കിലും രണ്ടെണ്ണം അവരുടെ തെറ്റ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി സംസാരിച്ച് വീണ്ടും അടി കൂടും. ഇത് കാണുന്നത് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഭയങ്കര അപ്സെറ്റ് ആവും. അവൾ അവരുടെ ആ ഒരു പിണക്കവും മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് അവരുടെ ആ ഒരു റൈഡ് തന്നെ അങ്ങ് കുളവാവും. അവിടെ നമ്മുടെ ജുവോൺ പറയും, നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പൊക്കോ, എനിക്ക് എൻ്റെ ദാലിനെ കാണുക. അവൾ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങും. അതേസമയം തന്നെ ദാൽ അവിടെ എത്തിച്ചേരും. അവളെ ആണെങ്കിൽ കുറച്ച് ചെറുക്കന്മാർ ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങും. അവളെ നല്ലതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും ഇത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ ക്ലാസ്സിലുള്ളൊരു ക്ലാസ്മേറ്റ് ആണെങ്കിൽ നമ്മളുടെ ഹേജുവിൻ്റെ അടുത്തും അതേപോലെ സനയുടെ അടുത്തും വന്നിട്ട് പറയും, ദാലിനെ കുറച്ച് ചെറുക്കന്മാർ നല്ലതുപോലെ ഇറിറ്റേറ്റ് ആക്കുന്നു എന്ന്. ഇത് കേട്ടുടനെ ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നല്ലേ പറഞ്ഞത്. അതേസമയം തന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഇവന്മാർ നമ്മുടെ ദാലിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അവന്മാരുടെ അടുത്ത് അടി കൂടാനായിട്ട് വരും. പെട്ടെന്ന് തന്നെ അവൾ ബോധം കിട്ടങ്ങ് വീഴും. എന്താന്ന് വെച്ചാൽ അവൾക്ക് നല്ല സുഖം ഇല്ലായിരുന്നു. ഇത് കാണുന്നതും അവന്മാർക്ക് മനസ്സിലാവും ഇവള് വേറെ ആരുമല്ല നമ്മുടെ ഹേജുവിൻ്റെ സിസ്റ്ററാ എന്ന്. പെട്ടെന്ന് തന്നെ അവന്മാരാണെങ്കിൽ ഈ ബുള്ളി ചെയ്യുന്നതെങ്കിൽ നിർത്തും. ഇവിടെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതും ഇവന്മാർ പെട്ടെന്ന് തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിയങ്ങ് പോകും. നമ്മുടെ ഹേജുന് സന്ഹയെ വന്ന് നോക്കുമ്പോൾ എന്തോ ജുവോൺ അവിടെ ബോധം കെട്ടി കിടക്കുവാണ്. ഇവന്മാർ വെള്ളം കൊണ്ടുവരുന്ന കാണുന്നത് പെട്ടെന്ന് തന്നെ ഹേജുനും സന്ഹയും കൂടി ഇവന്മാരെ എടുത്തിട്ട് അടിക്കും. അവിടെ അവന്മാരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. എന്നാരും ഒന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ ഇവന്മാരെല്ലാം വിളിച്ചുകൊണ്ടിരും. അവിടെ നമ്മുടെ സന്ഹയ്ക്കും ഹേജുനും മനസ്സിലായിട്ടുണ്ട് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്ന്. അങ്ങനെ അവന്മാരാണെങ്കിൽ ഈ ചെറുക്കന്മാരത്തെല്ലാം സോറിയൊക്കെ പറയും. അതേസമയം തന്നെ നമ്മുടെ സന്ഹയുടെ അച്ഛനും അവിടേക്ക് വരും. അയാളാണെങ്കിൽ ഈ കേസിനെയൊക്കെ ഒത്തുതീർപ്പാക്കി വിടും. എന്നാൽ അയാളിപ്പോൾ നല്ല ദേഷ്യത്തിലായിരുന്നു. അയാളുടെ അടുത്ത് നമ്മുടെ ജുവോൺ പറയും ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്ന്. എന്നാൽ ആളും അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവസാനം ഇവരെല്ലാവരോടും ചേർന്നിട്ട് നമ്മുടെ ദാലിനെ അവളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അവളവിടെ വന്ന് ഇറങ്ങുന്നത് അവിടെ
അവിടെയായിട്ട് അവളുടെ അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവർ ചോദിക്കും, നിന്നെ ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു, നീ എന്താ കോൾ എടുക്കാഞ്ഞത്? ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി, നീ മാത്രമല്ലേ എനിക്കുള്ളൂ, നീയാണ് എൻ്റെ ഏക പ്രതീക്ഷ എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ദാലാണെങ്കിൽ അവളുടെ അമ്മയടുത്ത് സോറിയൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സൻഹയുടെ അച്ഛനാണെങ്കിൽ ഇവന്മാരെ രണ്ടുപേരും വഴക്ക് പറയുന്നതാ. എന്നിട്ട് പറയും, ഞാൻ ഇക്കാര്യം ജുവോണിൻ്റെ അച്ഛനടുത്ത് പറഞ്ഞിട്ടില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ ജുവോണാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവളെ വീട്ടിലെത്തുന്നത് നമ്മുടെ സൻഹയും ഹീജിനും കൂടി ചേർന്നിട്ട് അവളെ കൊണ്ടുവന്ന് ബെഡിലായിട്ട് കിടത്തും. അവൾക്കിപ്പോൾ ഒട്ടും വയ്യ. അവിടെയായിട്ട് നമ്മളുടെ ജുവോണാണെങ്കിൽ കണ്ണുറക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയാണെങ്കിൽ ഹേജിനുമായിട്ട് ചേർന്നിട്ട് പ്രിറ്റൻഡ് ചെയ്യാൻ തുടങ്ങും. അതായത് അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നമെല്ലാം തീർന്നു എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ജുവോണ് നല്ല സന്തോഷമാകും. അവിടെ നിന്ന് ഹേജുനും സൻഹയും കൂടി പുറത്തോട്ട് വരുന്നത് അവൻ ചോദിക്കും, നീ എന്ത് പരിപാടി കാണിച്ചേന്ന്. അപ്പോൾ സൻഹ പറയും, യഥാർത്ഥത്തിൽ ജുവോണിന് ഒട്ടും വയ്യായിരുന്നു, നമ്മൾ രണ്ടൊരു അടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. ദാലി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇക്കാര്യം എല്ലാം അറിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ പ്രിറ്റൻഡ് ചെയ്ത് നടക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ വരാൻ നേരത്ത് നമ്മുടെ സൻഹയും ഹേജുനും കൂടി അതേപോലെ അഭിനയിച്ച് നടക്കുന്നതാണ്. ഇത് കണ്ടിട്ട് നമ്മളുടെ ജുവോണിന് ഭയങ്കര സന്തോഷമാണ്. അവളങ്ങനെ അവളുടെ ഫ്രണ്ടുമായിട്ട് ക്ലാസ്സിലായിട്ട് വന്ന് കയറുമ്പോൾ എന്തോ അവിടെ ഫുള്ള് ചർച്ച നടക്കുവാണ്. അതായത് നമ്മളുടെ ഹേജിനാണെങ്കിൽ ദാലിനെ ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട്. കാര്യം എന്തുവാ, ദാലിനെ കുറച്ച് ചെറുക്കന്മാർ ബുള്ളി ചെയ്യുന്നു എന്ന് കേട്ടപ്പോഴേ ഹേജും ജീവനും കൊണ്ട് ഓടിയില്ലേ, അത് വെച്ചിട്ടാ ഇങ്ങനെ പറയുന്നേ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോണിന് നല്ല സന്തോഷമാവും. അവൾ വേഗം തന്നെ നമ്മുടെ ദാലിനെ വിളിച്ചുകൊണ്ട് ഹേജുനെ കാണാൻ വേണ്ടിയിട്ട് പോകും. അവിടെ നമ്മളുടെ ദാലിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ അവൾക്ക് സത്യം അറിയാലോ, അവളുടെ അടുത്ത് അവന് വലിയ ഫീലിങ്സ് ഒന്നും ഇല്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ ഹേജുനെ കാണാൻ വേണ്ടിയിട്ട് ഹീജു വരും. അവൾ വന്നിട്ട് ചോദിക്കും, ഈ ക്ലാസ് മൊത്തം പറയുന്നത് ശരിയാണോ, നിനക്ക് ആ ദാലിനെ ഇഷ്ടമാണോ? ഉടനെ തന്നെ അവൻ പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവൾ എൻ്റെ അനിയത്തിനെ പോലാ. എന്താന്ന് വെച്ചാൽ അവൾ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയല്ലേ. ഇതാണെങ്കിൽ നമ്മളുടെ ജുവോണും ദാലും കേൾക്കും. ഇത് കേൾക്കുന്നതും ദാലങ്ങ് ഒരുമാതിരിയായിട്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. അവൾക്കിപ്പോൾ നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ജുവോണാണെങ്കിൽ ഇവളെ സമാധാനിപ്പിക്കാൻ വരും. അപ്പോൾ ദാല് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എൻ്റെ കാര്യത്തിൽ ഗിൽറ്റി ഫീൽ അടിക്കുകയൊന്നും വേണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജുവോണും സൻഹയും കൂടി ചേർന്നിട്ട് ഹേജുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വരുന്നതാ. അവിടെയാണെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കപ്പിളായിട്ട് കണ്ടിട്ട് ഇവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് ഇറങ്ങും. സൻഹ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ വരുന്നത് നമ്മുടെ ജുവോൺ പറയും, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ബെസ്റ്റ് കപ്പിളാ എന്ന്. അവൾ പറയും, നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതല്ലേ, എന്തിനാ അത് വെറുതെ വേസ്റ്റാക്കി കളയുന്നേ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നടക്കുന്നേ. അവിടെയായിട്ട് നമ്മളുടെ സൻഹയുടെ അമ്മയും അനിയത്തിയിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. സൻഹയുടെ അനിയത്തിക്കാണെങ്കിൽ ഇപ്പം അവനെ കണ്ടോളാൻ വയ്യ, എന്നാൽ അവൻ്റെ അമ്മയാണെങ്കിൽ അതിന് സമ്മതിക്കത്തേ ഇല്ല. അവരവിടെ നിന്ന് വാഷ്റൂമിലോട്ട് പോകുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ സൻഹയുടെ അനിയത്തിയാണെങ്കിൽ അവനെ കാണും. ഇവളാണെങ്കിൽ അവനെ കണ്ടിട്ട് അവൻ്റെ പുറകെ ആയിട്ട് വരാനായിട്ട് ഇറങ്ങുന്നത്. പെട്ടെന്ന് തന്നെ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണ് അവളുടെ കാല് മുറി. ഇത് കണ്ടിട്ട് നമ്മുടെ സൻഹ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് വേഗം തന്നെ ആ കുഞ്ഞിനെ വന്നെങ്കിൽ എഴുന്നേൽപ്പിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സൻഹയുടെ അമ്മയും വരും. എന്നിട്ടാണെങ്കിൽ ഈ കൊച്ചിനടുത്ത് പറയും, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നീ നിന്റെ ചേട്ടനെ കാണരുത് എന്ന്. അവൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാ ആക്സിഡൻറ്റേ സംഭവിക്കത്തുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ സൻഹയുടെ അമ്മയുടെ പറയും, ആരാ അങ്ങനെ പറഞ്ഞത്? സൻഹ എത്ര കാലമായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും പറ്റിയില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ കടയുടെ കച്ചവടം കൂടിയതല്ലാണ്ട് വേറൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജുവോൺ ആണെങ്കിൽ സൻഹയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവും. സൻഹയ്ക്കാണെങ്കിൽ കുഞ്ഞിലേ തൊട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതായത് അവൻ എപ്പോഴൊക്കെ അപ്സെറ്റ് ആയിരുന്നോ ആ സമയത്തല്ല അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാളെന്ന് വെച്ചാൽ നമ്മുടെ ജുവോൺ തന്നെയാണ്. അവൻ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആവും. അവൻ പല പല കാര്യങ്ങളും ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോണിൻ്റെ നെറ്റിയിലായിട്ട് കിടക്കുന്ന മുടിയാണെങ്കിൽ പിടിച്ച് ചെവിയിലോട്ട് വെച്ചു കൊടുക്കാണ്ടിരിക്കുന്നേ. നമ്മുടെ ജുവോൺ അവനെ ഒരുമാതിരി നോക്കും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവൻ്റെ കൈ എടുത്ത് ഇവളുടെ നെറ്റിയിലായിട്ട് വെച്ചിട്ട് പറയും, ഞാൻ നിന്റെ പനി ചെക്ക് ചെയ്യുമായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ എല്ലാവരോടും ചേർന്നിട്ട് നമ്മുടെ ഹേജുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നതാ. ഇന്നാണ് അവൻ്റെ ആൻറ്റി അവിടെ വരുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ജുവോൺ ആണെങ്കിൽ സൻഹയെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിൽ വരും. അവൾ നോക്കി ചെയ്യത്തൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് കയറും. കറക്റ്റ് സമയത്ത് തന്നെ സൻഹ അവിടെ ഡ്രസ്സ് മാറുമായിരുന്നു. അവൻ ചോദിക്കും, നീ എന്ത് പരിപാടിയായി കാണിച്ചത്? ഞാനിവിടെ ഡ്രസ്സ് മാറുന്നത് കണ്ടില്ലേ, ഒരാൾ ഡ്രസ്സ് മാറുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവനവളെ പിടിച്ചങ്ങ് പുറത്താക്കും. അവൾ ചോദിക്കും, ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എന്ന്. ഉടനെ തന്നെ സൻഹ ചോദിക്കും, നീ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഞാൻ ഇതേപോലെ വന്ന് കയറി കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇരിക്കും? അങ്ങനെ രണ്ടുപേരും കൂടി താഴെ ആ വീട്ടിലായിട്ട് വരും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളെ ഹേജുവിൻ്റെ ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ എന്തുവാ, അവിടെ നമ്മളുടെ സൻഹയും ജുവോണും എല്ലാം അവളുടെ അച്ഛനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഹേജുവിനെ കാണുന്നതും അവൻ്റെ ആൻറ്റി ആണെങ്കിൽ ഇവനെ കൊണ്ടുവന്ന് റൂമിൽ നിർത്തിയിട്ട് പറയും, എടാ മോനെ, നീ എന്തായിരുന്നാലും ഇനി പഠിക്കാനൊക്കെ പോവുമല്ലേ, പൈസ ചിലവൊക്കെ അല്ലേ, നീ നിന്റെ യഥാർത്ഥ അച്ഛൻ്റെ അടുത്ത് തന്നെ പോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ക്യാഷൊക്കെ ഒപ്പിച്ചുതരാം. നീ നിന്റെ അച്ഛനെ നല്ലതുപോലെ നോക്കണം, അച്ഛന് ചിലവിന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹേജുൻ പറയും, ഞാനിന്ന് ഒറ്റക്കാലിൽ നിൽക്കട്ടെ, ആ സമയത്ത് ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന്. ഇവിടെയാണെങ്കിൽ അവൻ്റെ ആൻറ്റി പറയുന്നത് തന്നെ, നീ എന്താ നിന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാതെ? ജുവോൺ ആയിരുന്നാലും സൻഹ ആയിരുന്നാലും അവിടെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തൂടെ എന്നും പറഞ്ഞിട്ട് അവനെ കുറേ വഴക്കൊക്കെ പറയാൻ തുടങ്ങും. ഇതൊക്കെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്കങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെയായിട്ട് സൻഹയും ജുവോണും കൂടി
നമ്മുടെ ഹേജുനുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കും. അതേസമയം തന്നെ നമ്മളുടെ ഹേജുൻ്റെ ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ജുവോണിൻ്റെ അച്ഛനടുത്ത് കുറേ നന്ദിയൊക്കെ പറയും. എന്നിട്ട് പറയും, നിങ്ങൾ എന്തായിരുന്നാലും വിഷമിക്കേണ്ട, അവനുടനെ തന്നെ എല്ലാം നോക്കിക്കോളൂ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ നല്ലതുപോലെ ഡ്രങ്കനായിട്ട് അവിടെ പറയാൻ തുടങ്ങും. ആരെങ്കിലും സ്വന്തം കൊച്ചുങ്ങൾ നോക്കൂ എന്നും വെച്ചിട്ടാണോ അവരെ നല്ലതുപോലെ നോക്കുന്നത്? ഞാൻ ഇവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇതൊക്കെ കേൾക്കുന്നതും എല്ലാവരും ഭയങ്കര ഇമോഷണലാവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനെ അകത്തോട്ട് കൊണ്ടുപോകാനായിട്ടിറങ്ങും. അയാളെങ്കിലും അവിടെ നിന്ന് സംസാരിക്കും. ഞാൻ എൻ്റെ മോനെ പൊന്നുപോലെ നോക്കിയിട്ടുള്ള, ഞാനിപ്പോൾ വിചാരിക്കുന്നതിന് അവൻ എൻ്റെ സ്വന്തം മോനായിരുന്നെങ്കിൽ എന്നാ. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ആരും പറയുന്നത് ഞാൻ കേൾക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നല്ലോ. സനയുടെ അമ്മ വന്നിട്ട് പറയുന്നത് അവൻ ചീത്തയാണ് എന്ന്. അതേപോലെ തന്നെ ഹേജുൻ്റെ ആൻറ്റി വന്നിട്ട് പറയുന്നത് അവൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ നിൽക്കണമെന്ന്. അവരിങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. ഹേജുൻ്റെ ആൻറ്റിക്ക് നല്ല വിഷമം വരും. അവരും അവിടെ നിന്ന് കരയാൻ തുടങ്ങും. നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനെ റൂമിലായിട്ട് കൊണ്ടുവന്ന് കിടത്തും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ ആൻറ്റിനെ ബസ് സ്റ്റോപ്പിലായിട്ട് കൊണ്ടുവന്ന് ആക്കുന്നതാണ്. അവിടെയായിട്ട് അവൻ്റെ ആൻറ്റി പറയാൻ തുടങ്ങും, നീ നിൻ്റെ അമ്മേനെ മറന്നേരെ, അവരിനി നിന്നെ കാണാൻ വരത്തില്ല. അവിടെയായിട്ട് ഹേജും പറയും, ഞാൻ എൻ്റെ അമ്മയുടെ ഫേസ് എന്നേ മറന്നു എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ കടയിലായിട്ട് ഒരു ലേഡി വരുന്നതാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹേജുൻ്റെ അമ്മ തന്നെയായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എന്തായിരുന്നാലും നിങ്ങൾ എൻ്റെ മോനെ ഇത്രയും നാൾ നോക്കിയതല്ലേ, ഞാനിവിടെ വന്നത് തന്നെ നിങ്ങളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് അവർ കുറച്ച് ക്യാഷ് എടുത്ത് നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. ആ ക്യാഷ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജുവോണിൻ്റെ അച്ഛന് മനസ്സിലാവും, അതായത് അതിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജുൻ്റെ അമ്മയാണെങ്കിൽ പറയാം, അവൻ്റെ ട്യൂഷൻ ഫീയും കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എന്ന്. ഇതും പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ പറയും, നിങ്ങൾ എന്തായാലും ഇവിടം വരെ എത്തിയതല്ലേ, ഹേജുനെ എന്ന് കണ്ടിട്ട് പോയെന്ന്. എന്നാൽ അവരതിന് റെഡി ആവത്തില്ല. അവിടെയായിട്ട് അവർ പറയും, അന്ന് നമ്മൾ സ്ട്രേഞ്ചർ ആയിട്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്യാഷ് ചോദിച്ചതും നിങ്ങൾ എനിക്ക് ക്യാഷ് കടന്നു തന്നില്ലേ, അതേപോലെ തന്നെ എൻ്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നങ്ങ് പോകും. അതേസമയം തന്നെ നമ്മളുടെ ഹേജുനും ജുവോണും കൂടി അങ്ങോട്ട് നടന്നു വരുമായിരുന്നു. അവനാണെങ്കിൽ ഈ ലേഡി കാറിൽ കയറി പോകുന്നത് ജസ്റ്റ് ഒന്ന് കാണും. അവൻ ആദ്യമേ തന്നെ മനസ്സിലാവും അവൻ്റെ അമ്മയാ എന്ന്. എങ്കിലും അവൻ വിചാരിക്കും ഇതും എല്ലാ തവണത്തെയും പോലെ തന്നെ അവന് തോന്നിയതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ മൂന്നുപേരോട് ഒരുമിച്ചിരിക്കാൻ നേരത്ത് സന്നയ്ക്ക് അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കോൾ വരുന്നതാ. അതായത് അവൻ്റെ അനിയത്തിയാണെങ്കിൽ ഇവനെ കാണാനെന്നും പറഞ്ഞിട്ട് തനിച്ചിറങ്ങിയിരിക്കുക എന്നും പറഞ്ഞിട്ട് സൻഹയെടുത്ത് ചോദിക്കും, അവൾ അവിടെ കാണാൻ വന്നായിരുന്നു എന്ന്. എന്നാൽ നമ്മുടെ സൻഹ പറയും ഇല്ല എന്ന്. അവൻ നല്ല ടെൻഷനാവും. അവൻ വേഗം തന്നെ നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ കടയിലായിട്ടൊക്കെ വന്ന് നോക്കും. എന്നാൽ അവിടെ ഒന്നും ആ കൊച്ചുണ്ടായിരുന്നില്ല. ഇവളാണെങ്കിൽ ഒരു ടാക്സി വിളിച്ചിട്ടിപ്പോൾ അവനെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ടാക്സി ഡ്രൈവർക്കാണെങ്കിൽ സ്ഥലം കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒരു മുത്തശ്ശിയുടെ ഒരു ഷോപ്പിലായിട്ട് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് അങ്ങ് ഇറക്കും. അവക്കാണെങ്കിൽ ഇനി എങ്ങോട്ടാ പോവണ്ടേ എന്നും അറിയത്തില്ല. അവസാനം ആ ഷോപ്പിൻ്റെ ഓണറാണെങ്കിൽ പോലീസിനെ കോൺടാക്ട് ചെയ്ത് അവിടോട്ട് വിളിച്ചു വരുത്തും. അവിടെ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ സൻഹയുടെ അച്ഛനായിരുന്നു. അയാൾക്കാണെങ്കിൽ ഈ കൊച്ചിനെ കണ്ടിട്ട് മനസ്സിലാവത്തില്ല. കാര്യം അയാൾ ഇതിനു മുന്നേ ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ സൻഹ വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യം പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹയുടെ അച്ഛന് മനസ്സിലാവും ഇതാണ് അവൻ പറയുന്ന പെങ്കൊച്ച് എന്ന്. അങ്ങനെ നമ്മുടെ സൻഹയുടെ അച്ഛനാണെങ്കിൽ നേരെ ആ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ കടയിലായിട്ട് വരും. അവിടെയാണെങ്കിൽ സൻഹയാണെങ്കിൽ ഇവളെ കാണുന്ന ഒരുപാട് വഴക്ക് പറയും. അതേസമയം തന്നെ സൻഹയുടെ അമ്മയും അവിടേക്ക് വരും. അവർ ഈ കൊച്ചിനെ കണ്ടിട്ട് പറയും, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ ചേട്ടനെ കാണാൻ വരരുത് എന്ന്. കൂട്ടത്തിൽ തന്നെ അവരാണെങ്കിൽ സൻഹയെ വഴക്ക് പറയും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം നിന്നെ കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. ഞാനിവിടെ വന്ന് തന്നെ നിനക്ക് മാപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. നീ നിന്റെ അനിയത്തിനെ കാണാൻ എപ്പോഴെങ്കിലൊക്കെ വന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം തന്നെ ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ സൻഹ പറയും, എനിക്ക് നിങ്ങളുടെ മാപ്പിൻ്റെ ആവശ്യമില്ല എന്ന്. ഉടനെ തന്നെ സൻഹയുടെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നത്, നിന്നെ കാരണമാണ് നിന്റെ പണ്ടത്തെ അനിയത്തി മരിച്ചത്, നീ എന്താ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന്. ഇത് കേൾക്കുന്നേ സൻഹയും ഒരുമാതിരിയാവും. പെട്ടെന്ന് തന്നെ സൻഹയുടെ അച്ഛനാണെങ്കിൽ അവൻ്റെ അമ്മേനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. സൻഹ ഇപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അവൻ അവിടെ നിന്ന് നടന്നു പോകും. നമ്മുടെ ഹേജുനും ജുവോണും കൂടി ചേർന്നിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മുടെ സൻഹയാണെങ്കിൽ അവർക്ക് ഫേസ് കൊടുക്കത്തേ ഇല്ല. എന്താന്ന് വെച്ചാൽ അവനവൻ്റെ കണ്ണീരിനെ ഇവരുടെ അടുത്ത് നിന്നെല്ലാം മറച്ചു പിടിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ സൻഹയുടെ അച്ഛനാണെങ്കിൽ സൻഹയുടെ അമ്മേനെ പിടിച്ചിരുത്തിയിട്ട് പറയും, ഇത്രയും കാലം ഞാൻ നിന്റെ അടുത്ത് ഇത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ മോള് മരിച്ചു പോകാൻ റീസൺ നീ തന്നെയാ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ സൻഹയുടെ അമ്മ പറയും, നിങ്ങൾ എന്തോ എല്ലാ കുറ്റം എൻ്റെ തലയിൽ തന്നെ ഇടുന്നത്. ഇതും പറഞ്ഞിട്ട് അവർ നമ്മുടെ സൻഹയുടെ അച്ഛൻ്റെ കവിളിലായിട്ടൊരു അടിയും വെച്ചു കൊടുക്കും. അവിടെയായിട്ട് സൻഹയുടെ അച്ഛൻ പറയും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിനക്ക് ഞാൻ ഡിവോഴ്സ് തന്നെ തന്നത്. അവിടെയായിട്ട് സൻഹയുടെ അമ്മ പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ പോലെ ഒന്നും ഇല്ലാത്തൊരാളിനെ ഞാൻ മാരേജ് ചെയ്യാൻ റെഡി ആയത് തന്നെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. നമ്മളുടെ മോള് മരിച്ച സമയത്ത് നിങ്ങളും ആ വീട്ടിലില്ലായിരുന്നു. പോരാത്തിന് ഞാൻ ഡിപ്രസ് ആയ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ ജോലി തന്നെയായിരുന്നു. നിങ്ങൾ എന്നെ കെയർ ചെയ്തിട്ടേ ഇല്ല, അതൊന്നും നിങ്ങൾ മറക്കരുത് എന്നൊക്കെ പറയും.
ഇവിടെ നമ്മുടെ സൻഹയുടെ അച്ഛൻ പറയുന്നത് തന്നെ അവനെ പറ്റിയിട്ടാണ്. നീ എന്താ ഇത്രയും നാളും നമ്മുടെ മോനെ പറ്റി ആലോചിക്കാഞ്ഞ? അവനാണെങ്കിൽ അവന്റെ കുഞ്ഞനീതി മരിക്കുന്നത് നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഒരാളാണ്. അവനെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമാണെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? അവൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ട സമയത്ത് നീ അവന്റെ കൂടെയും ഉണ്ടായിരുന്നില്ല. സൻഹയാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു സീസൈഡിന്റെ അടുത്തായിട്ട് വന്നിരുന്നിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവന്റെ അനിയത്തിനെ കൊണ്ടുപോയ സമയത്ത് എല്ലാവരും വന്നിട്ട് അവന്റെ പേരൻസ് എവിടെയെന്ന് ചോദിക്കുന്നതും അവൻ പറഞ്ഞത് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു എന്നാ. അവനിപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സൻഹയാണെങ്കിൽ രാത്രി നേരത്ത് അവന്റെ വീട്ടിലായിട്ട് വന്ന് കയറുന്നതാ. ഇപ്പൊ അവൻ ആരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും രാവിലെ എഴുന്നേറ്റ് അവൻ സ്കൂളിലായിട്ട് വരും. അവൻ ഫുഡൊന്നും കഴിക്കത്തില്ല. നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഇവനോടുള്ള ടെൻഷൻ കാരണം ഇവന് വേണ്ടിയിട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് അവന്റെ ക്ലാസ്സിലായിട്ട് കൊണ്ടുവയ്ക്കുന്നതും അവൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഇപ്പൊ ഇവരെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു പോകും. അവിടെയായിട്ട് നമ്മുടെ ജുവോൺ ആണെങ്കിൽ എല്ലാ ദിവസവും ഇവന് ഫുഡ് കൊണ്ടുവന്ന് വയ്ക്കും. ഇവിടെ നമ്മുടെ സൻഹയാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്നത് അവന് വേണ്ടിയിട്ട് കാത്ത് നമ്മുടെ ഹേജുൻ ഇരിക്കുമായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ സൻഹയോട് സംസാരിക്കാൻ ഒരുങ്ങും. എന്നിട്ട് പറയും, നിനക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനെങ്കിലും കൂടെ ഇല്ലേ? എൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക്. എനിക്കാണെങ്കിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അമ്മയാണെങ്കിൽ പൈസ സമ്പാദിച്ചിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ ഇനി വരത്തില്ല എന്ന്. പക്ഷേ നീ എന്തോ ചെയ്തത്? എൻ്റെ ആ ഒരു മുറിവിനകത്ത് കുറച്ചും കൂടി ഉപ്പ് വാരിയിട്ട് എന്നെ കുറച്ചുകൂടെ അങ്ങ് വേദനിപ്പിക്കാൻ നോക്കി. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങിയത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹേജുനാണെങ്കിൽ ഇവനെ കൂളാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ നമ്മുടെ സൻഹയാണെങ്കിൽ ഇതൊന്നും വലിയ മൈൻഡ് ആക്കത്തില്ല. അടുത്ത ദിവസം നമ്മുടെ സൻഹ ഇതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് അവൻ്റെ സ്കൂളിലായിട്ട് വരും. നമ്മുടെ ജുവോൺ ആണെങ്കിൽ അവന് എല്ലാ ദിവസവും ലഞ്ച് കൊണ്ടുവയ്ക്കുന്നത് പോലെ തന്നെ ഇത്തവണയും കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾ എല്ലാ തവണയും അതിനകത്തൊരു നോട്ടും എഴുതി വെച്ചേക്കും. നമ്മളുടെ സൻഹയാണെങ്കിൽ ആ നോട്ടെല്ലാം കളക്ട് ചെയ്ത് അവൻ്റെ ബുക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരാനായിട്ട് ഇറങ്ങുന്നേ നല്ലതുപോലെ മഴ പെയ്യുമായിരുന്നു. അവൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ സൻഹ അവിടെ നിന്ന് ഓടി വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങും. അതേസമയം തന്നെ മഴ പെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ ജുവോണിന് നല്ല ടെൻഷൻ അടിക്കും. അവൾ വേഗം തന്നെ കുടയെടുത്ത് അവനെ തിരക്കി പുറത്തോട്ട് ഇറങ്ങാനായിട്ട് വരും. അവിടെയായിട്ട് നമ്മുടെ സൻഹേനെ കാണും. അവളാണെങ്കിൽ പറയും, നിനക്ക് വേണ്ടിയിട്ട് ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാവരും നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, നീ മുകളിലോട്ട് വാ എന്ന്. അവിടെയായിട്ട് നമ്മുടെ സൻഹ പറയും, ഞാൻ ഇത്രയും ദിവസം നിങ്ങളെ അവോയ്ഡ് ചെയ്തത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിങ്ങളെല്ലാവരെയും മുമ്പിലിട്ടിട്ട് നല്ലതുപോലെ അടിയിട്ടില്ലേ, എനിക്ക് നല്ല നാണക്കേടുണ്ടായിരുന്നു അതുകൊണ്ടായെന്ന്. എന്നാൽ നമ്മുടെ ജുവോൺ അതൊന്നും മൈൻഡ് ആക്കത്തില്ല. അവൾ പറയും, നീ മുകളിലോട്ട് വന്ന് ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ടുവരും. അവിടെയായിട്ട് നമ്മുടെ സൻഹ ശ്രദ്ധിക്കും. അതായത് നമ്മുടെ ജുവോന്റെ ഡ്രസ്സും അവന്റെ ഡ്രസ്സ് പോലെ തന്നെ നല്ലതുപോലെ നനഞ്ഞു കുതിർന്നിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ഹേജും പറയും, നിന്നെ തേടി അവളൊരു 2 മണിക്കൂറായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു എന്ന്. അവിടെ എല്ലാവരും നമ്മുടെ സൻഹയെടുത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്യും. അത് കാണുന്നതിന് നമ്മുടെ സൻഹയുടെ കണ്ണിൽ കണ്ണീര് വരും. അവന് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ അവനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശന്നിരിക്കുന്ന ഒരു പെങ്കൊച്ച് എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത് അതേപോലെ വായിൽ കുത്തി നിറച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങും. ഇത് കാണുന്ന സൻഹയ്ക്ക് ചിരി വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സൻഹയ്ക്ക് പനി പിടിക്കുന്നതാ. ഇവനെ കയറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും മാറി മാറി വന്ന് അവന്റെ നെറ്റിയിൽ തുണിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ സൻഹയുടെ അച്ഛൻ വരുന്നതും അയാൾക്ക് ഓർമ്മ വരും. അതായത് സൻഹയുടെ അമ്മ പറഞ്ഞത്, അതായത് ഇപ്പോഴത്തെ അവന്റെ അനിയത്തിയായിട്ടുള്ള സുഹിയില്ലേ, അവളാണെങ്കിൽ അവന്റെ പണ്ടത്തെ അനിയത്തിനെ പോലെ തന്നെ ആയിരിക്കുന്നത്. അവന് വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ സൻഹയുടെ അച്ഛനാണെങ്കിൽ അവനെയും കൊണ്ട് അവന്റെ അനിയത്തിയുടെ ആ ഒരു ഫ്യൂണറൽ ഹാളില്ലേ അവിടെയായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ ആണെങ്കിൽ ഇവളുടെ മരണത്തിന് നിന്നെ കുറ്റക്കാരനാക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നത്തെ ആ ഒരു ഇൻസിഡന്റ് അതൊരു ആക്സിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് നീ ആണെങ്കിൽ നിന്നെ ഇങ്ങനെ ഭയങ്കര ഗ്രൗണ്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ഇപ്പോഴത്തെ അനിയത്തിയില്ലേ, അവളെ നീ മനസ്സ് തുറന്ന് സ്നേഹിക്കണം. അവൾ നിന്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ വെറുതെ വെറുപ്പൊന്നും മനസ്സിൽ വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. ഇത് കേൾക്കുന്ന നമ്മുടെ സന്നിക്ക് നല്ല സന്തോഷമാവും. അങ്ങനെ അവനാണെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ഒരു പുതിയ ആളായിട്ട് ജീവിക്കാൻ വേണ്ടി റെഡിയാവും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഹേജും പറയുന്നതാ അവൻ്റെ ആൻറ്റിക്കാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, അതൊരു ക്യൂട്ട് ബേബിയാണ് എന്ന്. ഇത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാവും. അവിടെയായിട്ട് നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഇവരുടെ എല്ലായിടത്തും ട്രീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കാൻ തുടങ്ങും. അതേസമയം തന്നെ ജുവോൺ അവിടെ നമ്മുടെ സൻഹ എടുത്ത ഹേജിൻ്റെ അടുത്തും പറയും, അതായത് ദാലിൻ്റെ അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിന്നറിന് വിളിച്ചിരിക്കുക എന്ന്. ഇത് കേൾക്കുന്ന സൻഹ ചോദിക്കും, അല്ല അവരെന്തിനാ നമ്മളെ വിളിക്കുന്നത്, അവർ നമ്മൾ തമ്മിൽ എന്തോ ബന്ധം? അവിടെയായിട്ട് നമ്മുടെ ജുവോൺ പറയും, അത് ദാലിനാണെങ്കിൽ മാർക്ക് കുറച്ച് കുറവാണ്, അവൾ അവളുടെ അമ്മയുടെ അടുത്ത് സൻഹയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞത് തന്നെ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് അഡ്വൈസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇത് കേൾക്കുന്നേ ഇവർ 3 പേരും കൂടി നമ്മുടെ ദാലിന്റെ അമ്മേനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരും. അവിടെ ഇവർ 3 പേരും നല്ലതുപോലെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ ദാലിന്റെ അമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ പറയും. അവൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സ്വന്തമായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ദാലിനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യും. അതായത് ഫുഡ് പോലും ഓർഡർ ചെയ്യാൻ പറ്റാത്ത നീയാണോ ഒരു ലോയർ ആവാൻ പോകുന്നേ എന്നും പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ സന്ധ്യയാണെങ്കിൽ ദാലിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത്. അവനവിടെ പറയും അവൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്യാച്ചപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ കയറി വരാൻ പറ്റുമോ എന്ന്. അവിടെ നമ്മളുടെ ദാലാണെങ്കിൽ അവളുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ അടുത്ത് പറയും എന്തിനാ എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്, ആരെ മുമ്പിൽ വെച്ചിട്ട് വേണമെങ്കിലും എന്തും പറഞ്ഞോ എന്നും പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജൂവോണിനും സന്ഹയ്ക്കും ഹേജുനും ഒക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ദാലിപ്പോൾ കരയുമായിരിക്കും എന്ന്. എങ്കിലും അവർ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവരെങ്ങനെ ഈ ഡിന്നറൊക്കെ കഴിയുന്നത് നമ്മുടെ ഹേജുനാണെങ്കിൽ ദാലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും നിന്റെ അമ്മ നിന്നെ എന്ത് മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂവോൺ ആണെങ്കിൽ അവൻ്റെ കാലിലിട്ടൊരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ദാലിൻ്റെ മൈൻഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഒരു ബീച്ച് സൈഡിലായിട്ട് വരും. അവിടെയാണെങ്കിൽ നമ്മളുടെ ജൂവോണും ഹേജുനും കിടന്ന് നല്ലതുപോലെ വെള്ളത്തിൽ കളിക്കും. അതേസമയം തന്നെ നമ്മുടെ ഈ ദാലും സന്ഹയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു. അവിടെ നമ്മളുടെ ദാല് പറയും നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ എൻ്റെ അമ്മ അത്ര മോശമൊന്നുമല്ല, അമ്മേനെ ഞാൻ ഈ നോട്ട് കാണിച്ചിട്ട് വേഗം തന്നെ ഞാൻ തിരിച്ചു കൊണ്ട് തരാം എന്ന് പറയും. അവിടെയായിട്ട് നമ്മുടെ സന്ഹ പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെയായിരുന്നാലും നീ ആണെങ്കിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ നല്ല മെൻറ്റാലിറ്റി ഉള്ള ഒരാളല്ലേ, ഒരു യഥാർത്ഥ ലോയറും അതേപോലെ തന്നെയാണ് സെൽഫ്ലെസ് ആയിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആവുന്ന ആൾക്കാർ, അതുകൊണ്ട് നീ നല്ലൊരു ലോയർ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാന്നൊക്കെ നമ്മുടെ സന്ഹ പറയും. ഇവിടെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നിട്ട് നമ്മുടെ ഹേജുനാണെങ്കിൽ ജൂവോൻ്റെ അടുത്ത് പറയും നിനക്ക് ഇവരെ കണ്ടിട്ട് തോന്നില്ലേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫെക്റ്റ് മാച്ചാണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജൂവോണ് നല്ല ദേഷ്യം വരും. എന്താന്ന് വെച്ചാൽ ഈ പൊട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മുടെ ദാലിനാണെങ്കിൽ അവനെ ഇഷ്ടമെന്ന്. പെട്ടെന്ന് തന്നെ അവന് മെസ്സേജ് വരും. അതായത് അവൻ്റെ ആൻറ്റിയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചെല്ലാൻ പറ്റുമോ എന്ന്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോകാനിറങ്ങും. നമ്മുടെ ദാല് പറയും എനിക്കും എൻ്റെ അമ്മേനെ കാണാൻ പോകണോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജൂവോൺ ആണെങ്കിൽ കളിച്ച് തീർന്നിട്ടില്ലായിരുന്നു. അവളാണെങ്കിൽ നമ്മുടെ സന്ഹയെടുത്ത് പറയും എനിക്ക് കുറച്ച് നേരവും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവിടുത്തെ നേഴ്സാണെങ്കിൽ ഇവനെ കണ്ടിട്ട് പറയും നീ നിൻ്റെ അമ്മേനെ പോലെ തന്നെ ഇരിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ആൻറ്റി ആണെങ്കിൽ അവരുടെ വാ അടപ്പിക്കാൻ നോക്കും. അപ്പോൾ ആ നേഴ്സ് ചോദിക്കും നേരത്തെ വന്നത് നിങ്ങളുടെ സിസ്റ്റർ ആയിരുന്നില്ലേ എന്ന്. ഇവിടെ നമ്മളുടെ ഹേജുന് മനസ്സിലാവും അതായത് അവൻ്റെ അമ്മ അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റി അവൻ്റെ അടുത്ത് അതിനെപ്പറ്റി പറയാത്തതാ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ജൂവോൻ്റെ അച്ഛനെയും സന്ഹയുടെ അച്ഛനെയും കാണിക്കും. ജൂവോൻ്റെ അച്ഛനും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ഹേജുൻ്റെ അമ്മ കാണാൻ വന്ന് ഒരുപാട് ക്യാഷ് കയ്യിൽ കൊടുത്തു എന്നൊക്കെ. ഇവിടെ നമ്മളുടെ സന്ഹയുടെ അച്ഛൻ പറയുന്നത് തന്നെ നീ എന്തായിരുന്നാലും ഹേജുൻ്റെ അടുത്ത് സത്യമെല്ലാം പറയണം, അവൻ്റെ അമ്മ വന്നിട്ട് എല്ലാം കടവും വീട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവൻ ടെൻഷൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന്. ഇതെല്ലാം നമ്മുടെ ഹേജും പുറത്ത് നിന്ന് കേൾക്കും. അവൻ്റെ ആൻറ്റി ഇത് തന്നെ പറഞ്ഞത് നിനക്കിനിയിപ്പോൾ ഒരു വറീസും ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന്. എന്നാൽ നമ്മുടെ ഹേജുനാണെങ്കിൽ ഇത്ര സന്തോഷമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അവനിവിടെ ക്യാഷിനെക്കാട്ടിയും കൂടുതൽ ആവശ്യം അവനവൻ്റെ അമ്മേനെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സന്ഹയും ജൂവോണും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നതാണ്. അവിടെ നമ്മുടെ ജൂവോൺ പറയും നമ്മുടെ ഹേജുന് എന്ത് മന്ദബുദ്ധിയാ, ദാലിന് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജൂവോൺ ആണെങ്കിൽ അവിടുത്തെ ആ ഒരു തിട്ടയുടെ മുകളിൽ കൂടി നടക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ സന്ഹ പറയും നീ അതിലേക്ക് കൂടി നടക്കുന്നതിന് മുന്നേട്ട് എൻ്റെ കൈ പിടിക്കുക, ഇല്ലെങ്കിൽ നീ മറിഞ്ഞു വീഴുമെന്ന്. ഇവിടെ നമ്മുടെ ജൂവോൺ ഇത് തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സന്ഹ പറയും നീ ഒരു മന്ദബുദ്ധി തന്നെയാ. അപ്പോൾ അവൾ ചോദിക്കും ഞാൻ എങ്ങനെ മന്ദബുദ്ധിയാന്ന്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ മന്ദബുദ്ധിയൊന്നും അല്ലാന്നും പറഞ്ഞിട്ട് അവൾ നടക്കുന്നതും പെട്ടെന്ന് തന്നെ കാല് സ്ലിപ്പായി നമ്മുടെ സന്ഹയുടെ മുകളിലോട്ട് വന്നങ്ങ് വീഴും. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ടിരിക്കും. നല്ല ക്ലോസ് ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ സന്ഹയാണെങ്കിൽ ജൂവോനെ നല്ല റൊമാൻറ്റിക്കലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. സൈനിങ് ഓഫ് MDC.